ഭഗവത്ഗീത പറയുന്നു, കൃഷ്ണൻ പറയുന്നു, എനിക്ക് വിവരമില്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും ഒരല്പം ദൈവാനുഗ്രഹം വേണമെന്ന്. ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഈ പ്രപഞ്ച സൃഷ്ടാവ്. ആ ദൈവത്തിലേക്ക് എത്താനുള്ള പല പല വഴികൾ പല വഴികളിലൂടെയുണ്ട്. എനിക്കിന്ന് ഖുർആനിലെ വഴി അറിയാം, ബൈബിളിലെ വഴി അറിയാം, ഭഗവത്ഗീതയിലെ പല പല വഴികൾ അറിയാം. ആ വഴികൾ നിങ്ങളിൽ എത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. വഴി തെറ്റരുതേ മക്കളെ. ഇവിടെ ഒന്ന് കാണ്. നീ ഈ ജീൻസ് ആര് വാങ്ങിച്ചു വന്നു? അച്ഛൻ വാങ്ങിച്ചു വന്നു. ഈ പാവാട ആര് വാങ്ങിച്ചു വന്നു? ഉമ്മ വാങ്ങിച്ചു വന്നു. ഈ അലങ്കാരങ്ങൾ ആര് വാങ്ങിച്ചു വന്നു? വാപ്പ വാങ്ങിച്ചു വന്നു. എന്നിട്ട് നീ നിന്റെ വാപ്പയെ പറ്റിച്ചു, നിന്റെ ഉമ്മയെ പറ്റിച്ചുവെങ്കിൽ നീ ഇതൊന്ന് കണ്ടേ. സിനിമ കാണണ്ടെന്ന് ഞാൻ പറയില്ല, എല്ലാം കാണണം, സെലിബ്രേറ്റ് ആഘോഷിക്കണം. പക്ഷെ അമിതമാവാൻ പാടില്ല, നിയന്ത്രണം വേണം. നിങ്ങളുടെ മക്കൾ പറഞ്ഞു കണ്ണുകളാണ് ഏറെ വലുതെന്ന്. അല്ല, ഞാനാണ് വലുത്. ഞാൻ വിചാരിക്കുന്നിടത്ത് എൻ്റെ കണ്ണ് നിൽക്കണം. അതിനെയാണ് നിയന്ത്രണം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് റംസാൻ നോമ്പ് ആഘോഷിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ദാ സൗണ്ട് പ്ലീസ്. ദാ ഭാവിയിൽ ഭാരതരത്നം കിട്ടാനുള്ള ഒരു പയ്യനാണ് അമീർ ഖാൻ. ഒന്ന് കണ്ടു നോക്കിക്കേ. അമീർ ഖാൻ ചായ കുടിക്കുമ്പോ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ എച്ചിലും വാരി പ്ലേറ്റും കഴുകി മേശയും തുടച്ചിട്ടാണ് അവൻ പഠിക്കാൻ പോകാനുള്ള പൈസ കരസ്ഥമാക്കുന്നത്. അറിയാമോ? അത് കണ്ട് അമീർ ഖാന് ഖുർആൻ അറിയാമെന്നുള്ളത് കൊണ്ട് അമീർ ഖാൻ ആ പയ്യനെ വിളിച്ച് അടുത്തിരുത്തി അവന് 2 ബിസ്ക്കറ്റും ചായയും വാങ്ങിച്ചു കൊടുത്തു. കണ്ടു നോക്കിക്കേ. അമീർ ഖാന്റെ ത്രാസിൽ, പുണ്യത്തിന്റെ ത്രാസിൽ പടച്ചോൻ ലാവിഷായി പുണ്യം ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് നമ്മുടെ പുണ്യത്തിന്റെ ത്രാസിൽ എത്ര പുണ്യമുണ്ടെന്ന്. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന കുറച്ചു പേരുണ്ട്. അതിലൊരാൾ ആരാണെന്നറിയാമോ? പറഞ്ഞു തരാം. കണ്ടോ? അപ്പൊ സിനിമ കാണണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്റെ ചോദ്യം ഇതാ, നിങ്ങൾ എത്രയോ ആയിരക്കണക്കിന് രൂപ മേക്കപ്പിന് വേണ്ടിയും വസ്ത്രങ്ങൾക്ക് വേണ്ടിയും ജീൻസുകൾക്ക് വേണ്ടിയും ഡ്രസ്സിന് വേണ്ടിയും ഷവായിക്ക് വേണ്ടിയും കുഴിമന്തിക്ക് വേണ്ടിയും ആഹാരത്തിന് വേണ്ടിയും നിങ്ങൾ ചെലവാക്കിയപ്പോൾ നിങ്ങളുടെ ഈ നാട്ടിൻ പുറത്തും റോഡുകളിലും മലപ്പുറം ടൗണുകളിലും മറ്റ് പല സ്ഥലത്തും റോഡ് സൈഡിലിരിക്കുന്ന ഭിക്ഷക്കാരുടെ പാത്രത്തിൽ 50 രൂപ കൊടുത്ത് 2 ബ്രെഡോ ബണ്ണോ വാങ്ങിച്ച് ബിസ്ക്കറ്റോ വാങ്ങിച്ച് നിന്റെ ഒരു ചെറിയ വസ്ത്രമോ അല്ലെങ്കിൽ പഴയ വസ്ത്രമോ കൊണ്ടുവന്ന് ഇന്ന അനിയ, ഇന്ന മോളെ, ഇന്ന മോനെ എന്ന് പറഞ്ഞ് നിങ്ങളിൽ എത്ര പേർ മക്കളെ കൊണ്ട് അത് ഇടിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്? അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, അയൽവക്കത്തൊരുത്തൻ പട്ടിണിക്ക് കിടക്കുമ്പോൾ വയറ് നിറയെ കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന്. നീ കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവനെ കഴിപ്പിക്കാൻ നീ തയ്യാറായിരിക്കണം. അറ്റ്ലീസ്റ്റ് നീ കഴിക്കുന്നതിന് മുമ്പ് നിന്റെ വ്യവസായിയായ ഭർത്താവ് ഫുൾ ടൈം വർക്ക് ചെയ്ത് തളർന്ന് ക്ഷീണിച്ചു വരുമ്പോൾ തൻ്റെ ഭർത്താവിനെ കഴിപ്പിച്ചിട്ട് ഞാൻ കഴിക്കുകയുള്ളൂ എന്ന ദൃഢവ്രതമെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാര്യയുടെ കൂടെ പടച്ചോനുണ്ടാവുമെന്ന് ഞാൻ പറയും. ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചു പറയും, ഞാൻ വളരെ ലേറ്റാവും, നീ കിടന്നോളൂ എന്ന്. ഓരോ അച്ഛന്മാരും ജോലി കഴിഞ്ഞ് ഈ ബിസിനസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ എൻ്റെ മോൾ ഉറങ്ങിയാടി, എൻ്റെ മോൻ ഉറങ്ങിയോ എന്നാണ് ചോദിക്കുന്നത്. ഉറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അച്ഛന്മാർ കതവ് തുറന്ന് മോളുടെ അടുത്ത് വന്ന മുഖം ഒന്ന് നോക്കി, മോൻ്റെ അടുത്ത് വന്ന മുഖം നോക്കി സംതൃപ്തിയോടെ പോയിട്ടാണ് ആഹാരം കഴിക്കുന്നത്. ആ അച്ഛന് വേണ്ടി, ആ വാപ്പയ്ക്ക് വേണ്ടി നീ എത്ര ജീവിച്ചു മോളെ, എത്ര പ്രവർത്തിച്ചു മോളെ? അറിയണം, ലോകമറിയണം. നിങ്ങളുടെ മക്കൾക്ക് പടച്ചോന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഉയർന്ന IAS-ഉം IPS-ഉം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നല്ല വ്യക്തിത്വങ്ങളായി മാറണമെങ്കിൽ വേഷവും കെട്ടി ജീൻസും പത്രാസും ഇട്ട് നടന്നാൽ പോരെ മക്കളെ. അതിനോടൊപ്പം ലോകം കൂടെ അറിയണം. ഇതൊന്ന് കണ്ടു നോക്കിക്കേ. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്ക് മക്കളെ. ദാ ഓരോ 5 സെക്കൻഡിലും ലോകത്ത് ഓരോ കുട്ടികൾ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂര് തന്നെ കഴിഞ്ഞ ദിവസം വേസ്റ്റ് വാരി തിന്നുന്ന കുട്ടികളുടെ പടം നമ്മൾ മാതൃഭൂമി പത്രത്തിൽ കണ്ടു. പാകിസ്ഥാൻ, ഇന്ത്യ, അമേരിക്ക, അങ്കോള, ഗാംബിയ, നോക്കിയോ ഈ രാജ്യങ്ങൾ മുഴുവൻ. ഇന്ത്യയിൽ മാത്രം 30 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല. കണ്ടോ? തുണി ഉടുക്കാൻ നിവർത്തിയില്ല. ഇത് WHO ക്ലിപ്പുകളാണ്, സാധാ ക്ലിപ്പല്ല. എവറി 5 seconds എ ചൈൽഡ് ഡൈസ് ഫ്രം ഹങ്കർ. ഓരോ 5 സെക്കൻഡിലും ഒരു അമ്മയ്ക്ക് ഒരു ഉമ്മയ്ക്ക് ഒരു കുഞ്ഞു വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. എവറി 5 ഓടിക്കളയുമ്പോൾ നിനക്ക് സമയമെല്ലാം നഷ്ടപ്പെട്ടിരിക്കും. അച്ഛനെ സോപ്പിട്ട് വാപ്പയെ സോപ്പിട്ട് മക്കൾ വാപ്പയെ കൊണ്ട് വാങ്ങിപ്പിക്കും. റൈറ്റ്? വാപ്പമാര് വാങ്ങിച്ചു കൊടുക്കാത്ത പലതും ഉമ്മമാരെ സോപ്പിട്ട് ഉമ്മമാരെ കൊണ്ട് മക്കൾ വാങ്ങിപ്പിക്കും. റൈറ്റ്? ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? എന്നാൽ ഒരു നല്ലവനായ ഒരു നല്ല ഉമ്മ പറയുന്നു, ഒരു നല്ല ഭാര്യ പറയുന്നു, മോളെ, മോനെ, നിന്റെ വാപ്പ പറയാതെ, നിന്റെ അച്ഛൻ പറയാതെ ഞാനത് വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞാലോ ഈ മക്കൾക്കൊരു പാഠമാകും. തിരിച്ച് വാപ്പയും പറയുന്നു, നിന്റെ ഉമ്മ പറയാതെ, നിന്റെ അമ്മ പറയാതെ ഞാൻ ഒന്നും വാങ്ങിച്ചു തരില്ല എന്നാണെങ്കിലോ അപ്പം മാതാപിതാക്കളുടെ ഐക്യം കണ്ടു വളരുന്ന മക്കൾ ഭാവിയിൽ അവരുടെ കുടുംബവും അതുപോലെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കും.
നിങ്ങൾ ഇവർക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയാണ് ചിന്തിക്കേണ്ടത്. എൻ്റെ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിച്ചു വളർത്തണം. എന്തിനാന്ന് വെച്ചാൽ ഇവർ ഒരു മകനോ മകളോ അല്ല, ഇവർ വരാൻ പോകുന്ന തലമുറയെ ജനിപ്പിക്കേണ്ട പ്രസ്ഥാനങ്ങളാണ്. ഇത് വെറും ഒരു പെൺകുട്ടി അല്ല. ഏറ്റവും നല്ലവളും ഉത്തമയായ ഒരു കുഞ്ഞിന് പടച്ചോന്റെ അടുത്ത് നല്ല ആത്മാക്കൾ മക്കളായി വരാനിരിക്കുകയാണ്. പക്ഷെ അശുദ്ധാത്മാക്കളാണ് ഇവിടെ നിറഞ്ഞു കിടക്കുന്നത്. നല്ല ജ്ഞാനവും നിഷ്ഠയും അകം നന്മ കൊണ്ട് നിറയണം. ആരെപ്പോലെ? എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം സൂറത്ത് മറിയം. എന്തിനു വേണ്ടിയാണ് പടച്ചോൻ യേശുദേവനെ ജനിപ്പിക്കാൻ വേണ്ടി മറിയത്തിനെ സെലക്ട് ചെയ്തത്? പറ. അകം കൊണ്ട് നല്ലവളായിരുന്നു, അകം കൊണ്ട് നന്മ നിറഞ്ഞതായിരുന്നു. അങ്ങനെ നന്മ അകത്ത് നിറഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും നല്ല ആത്മാവിനെ ആവാഹിക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിയും. ആ പെൺകുട്ടിയിൽ നിന്ന് ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ ജനിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. എന്നിട്ട് പോയി നിങ്ങൾ വീട്ടിൽ പറയൂ, പ്രാക്ടീസ് ചെയ്തു നോക്കൂ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ പഠിച്ചിട്ട് പറയുന്ന കാര്യമാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. പോയോ? ദാ കണ്ടു നോക്കൂ. ദാ ഖുർആൻ പറയുന്നു, മനുഷ്യരിൽ അധികം പേർക്കും നന്ദിയില്ല, മനുഷ്യരിൽ ധാരാളം പേരും സത്യത്തിൽ വിശ്വസിക്കുകയില്ല. നിന്റെ കണ്ണുകളും ചെവിയും തൊലിയും എല്ലാം സാക്ഷ്യം പറയും നീ ചെയ്തു കൂട്ടിയതിനെല്ലാം. നമുക്കിതാ ഇതൊന്ന് കണ്ടു നോക്കാം. നന്ദിക്ക് വേണ്ടി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന രാജ്യമായ ജപ്പാൻ എടുത്ത ഒരു ചെറിയ ക്ലിപ്പാണ്. ജപ്പാന്റെ മിലിറ്ററി, ഇതിലെ ഹീറോയിൻ, ആ ജീവിയെ നമ്മളെ തമ്മിൽ കമ്പയർ ചെയ്യണം. ഇവിടെ കാണിക്കുന്ന ക്ലിപ്പിലെ നായിക കഥാപാത്രത്തിനെ നമ്മളുമായി കമ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയെന്നറിയാമോ? നന്ദിക്ക് വേണ്ടി. ഈ കാണിക്കുന്ന ക്ലിപ്പ് ജപ്പാൻ മിലിറ്ററി ഇറക്കിയതാണ്. രാജ്യത്തിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളുള്ളത് ജപ്പാനിലാണ്. ജപ്പാനിൽ കുടുംബത്തിന് മഹിമയും സദാചാരബോധവും മൂല്യങ്ങളും നിലനിർത്താൻ ജപ്പാൻ ഇറക്കിയ ക്ലിപ്പിംഗ് നമ്മൾ കാണാൻ പോകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ജപ്പാനിലെ ഒരു പെൺകുട്ടിക്ക് ഒരു പട്ടിക്കുട്ടിയെ കളഞ്ഞു കിട്ടി. നമ്മൾ കാണാൻ പോവാണ്. നമുക്ക് ഇത്രയും നന്ദിയുണ്ടോ എന്നൊന്ന് നോക്കണം. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് അല്പസമയമേ ഉള്ളൂ, ആർക്കും വിശക്കില്ല. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നവൻ മറ്റൊരു ലോകത്താണ്, ദൈവത്തിൻ്റെ ലോകത്ത്. ഈ ലോകത്ത് ഇപ്പോഴും ഇരിക്കുന്നവർക്ക് വിശക്കും. പക്ഷേ പടച്ചോൻ്റെ ലോകത്തിലേക്ക് പറന്ന് കയറുകയാണ് ഓരോരുത്തർ. അവർക്ക് വിശപ്പറിയില്ല. അതുകൊണ്ടാണ് യേശുദേവൻ പഠിപ്പിച്ചത്, അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് മാത്രമല്ല എൻ്റെ പിതാവ് വിശപ്പകറ്റുന്നത്, ജ്ഞാനം കൊണ്ടും വിശപ്പകറ്റുമെന്ന്. ഓക്കെ, ജപ്പാൻ ആർമി ഇറക്കിയതാണ്. ജപ്പാൻ ആർമി നന്ദിക്ക് വേണ്ടി ഇറക്കിയത്. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള എൻ്റെ സഹോദരങ്ങൾ അവരുടെ അമ്മയെ അച്ഛനെ കുറിച്ചുകൂടെ ഒന്ന് ഓർക്കണം. മനസ്സിലായോ? ബ്രദറിൻ്റെ അമ്മയും അച്ഛനെയും കുറിച്ച് ഓർക്കണം. ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ അമ്മയും അച്ഛനെയും കുറിച്ചൊന്ന് ഓർക്കണം. നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് എത്ര നന്ദി പ്രവർത്തിച്ചു. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളായ മൗണ്ട് സീന പാലക്കാട് 2 ദിവസം ചേർത്ത് അവിടെ പല ക്ലാസ് എടുത്തു. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു പറഞ്ഞാണ്, സാർ 10-30 പ്രായമുള്ള ഹസ്ബൻഡും വൈഫുമാരും അവർ അന്ന് അവരുടെ വീടുകളിൽ പോയില്ല, മറിച്ച് അവരുടെ അമ്മയും അച്ഛനെയും കാണാൻ ഓടി. തിരിച്ചറിയണം, നമ്മളെ സൃഷ്ടിച്ച അമ്മ ഉമ്മയും വാപ്പയുണ്ട്, ഇവരുടെ ഉമ്മുമ്മയും വാപ്പുമ്മയും ഒക്കെ ആയിട്ട് അവരെ കുറിച്ചുകൂടെ നോക്കണം. നമ്മളിവിടെ കാണാൻ പോകുന്നു എന്താണെന്നറിയാമോ? നന്ദി നമുക്ക് ഇത്രയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നാണ്. ജപ്പാനിലെ ഒരു പെൺകുട്ടിക്ക് ഒരു പട്ടിക്കുട്ടിയെ കളഞ്ഞു കിട്ടി. പെട്ടെന്ന് തീരും. ആ കുട്ടിയെ കൊണ്ടുപോയി വളർത്തി. ആ പട്ടി വളർന്ന് 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ആ തള്ളപ്പട്ടി 3 കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നും കൂടെ നോക്കണം ശ്രദ്ധയോടെ. അത് കഴിഞ്ഞിട്ട് പ്രകൃതിക്ഷോഭം വരുന്നു, ഭൂമി കുലുങ്ങുന്നു, എല്ലാം ഇടിഞ്ഞു വീഴുന്നു. ആ സമയം ഈ തള്ള നായ്ക്കുട്ടി, ആ അമ്മപ്പട്ടി എത്ര നന്ദിയോടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കാരണം മനുഷ്യരുടെ അകക്കണ്ണ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അല്ലാതെ എങ്ങനെ തുറക്കും? നമുക്ക് കണ്ടു നോക്കാം. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. ആ പട്ടിക്കുട്ടി അതിന് കിട്ടി. ഹൗ ക്യൂട്ട്, എത്ര നല്ല സുന്ദരി പട്ടിക്കുട്ടി. അവര് കൊണ്ടുപോയി വളർത്തി. ആ തള്ളപ്പട്ടി, അമ്മപ്പട്ടി പ്രസവിച്ചു, 3 കുട്ടികളായി. ആ തള്ള നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. 2 കുട്ടികൾ ഒരു പാത്രത്തിൽ കഴിക്കുന്നു, മറ്റൊരു കുട്ടി ഒരു പാത്രത്തിൽ കഴിക്കുന്നു. ഭൂമി ഉലുക്കം വരുന്നു. പട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം, ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കഴിവാണ്. നമുക്കറിഞ്ഞൂടാത്ത ഒരു കാര്യം പട്ടിക്കറിയാം. പട്ടി കുരയ്ക്കും. എന്താ കുരയ്ക്കുന്നറിയാം? കേറിപ്പോ കേറിപ്പോ കേറിപ്പോ. നോക്കൂ, അനുസരണയുള്ള 2 കുട്ടികൾ കയറിപ്പോകുന്ന കാണാം.
ആരും പറയാതെ കയറി. അനുസരണയില്ലാത്ത മൂന്നാമത്തെ കുട്ടി തിന്ന് ആസക്തി പിടിച്ചു നിൽക്കുന്നു. അമ്മ വന്ന് കടിച്ചെടുത്ത് കൂട്ടിക്കൊണ്ടുപോയി. കണ്ടോ, നമ്മുടെ മക്കളുടെ പുറകെ നടന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെ ദജാല് പൊക്കും. സഹോദരങ്ങളെ മറക്കരുത്, സാത്താൻ അവരെ പൊക്കും. ദാ കുറച്ച് കാണിക്കുന്നു, പേടിപ്പിക്കുന്നു. ദാ ഭൂമി കുലുങ്ങുന്നു, വീടിടിഞ്ഞ് താഴെ വീഴുന്നു. എന്റെ ഉമ്മമാരെ, മക്കളെ സ്കൂളിലേക്ക് വിട്ടിട്ട് നിങ്ങൾ അവർക്ക് ആത്മാവിന് ഭക്ഷണം കൊടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൂടെ പോണം, മറക്കരുത്. ദാ ഭൂമി കുലുങ്ങുന്നു, വീടിടിഞ്ഞു വീഴുന്നു. മറയില് തുടരുത്. ദാ ഭൂമി കുലുക്കം വരുന്നു, ഇടിഞ്ഞു വീഴുന്നു, എല്ലാം തകരുന്നു. ഇനി ആ നന്ദിയുള്ള തള്ള, ആ നായ്ക്കുട്ടി, അമ്മ നായ, ആ അമ്മ നായ ചെയ്യുന്ന പ്രവൃത്തി കാണണം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മളോടും ചോദിക്കണം, നമുക്കിത്രയും നന്ദിയുണ്ടോ എന്ന്, നമുക്കിത്രയും നന്ദിയുണ്ടോ എന്ന്. മറക്കണ്ട, പടച്ചവൻ സ്പർശിക്കുന്നവരുടെ കണ്ണുകളിലൂടെ മാത്രമേ ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തേക്ക് വരൂ. പടച്ചവൻ സ്പർശിക്കാത്ത ഇബിലീസ് പിടിച്ചിരിക്കുന്നവരുടെ അകത്തുനിന്ന് ഒരു തുള്ളി കണ്ണുനീര് പോലും പുറത്തോട്ട് വരൂല, കേട്ടോ. ദാ അത് പൊട്ടിച്ച് ആ മുതലാളിയുടെ അടുത്ത് നിന്ന് മണപ്പിക്കുന്നു. കാലിൽ രക്തമൊക്കെ ആയി പോയി അതിനെ മണപ്പിക്കുന്നു. അപ്പൊ അതിന് മനസ്സിലായി, എന്റെ മുതലാളി ജീവിച്ചിരിക്കുന്നു. ആ മുതലാളിയായ മേജറിനെ കടിച്ച് പുറത്തു കൊണ്ടുവരാൻ ആ തള്ളപ്പട്ടി ശ്രമിക്കും. ലൈറ്റ് കിടക്കുന്നതുകൊണ്ട് ക്ലിയർ ആവില്ല. ദാ ഇപ്പം പട്ടാളം വരും, മിലിറ്ററി വരും. ഇനി ഈ തള്ളപ്പട്ടിയും കുട്ടികളും കൂടെ വീടിന് പുറത്തുപോയി കുഴി കുഴിക്കും, അകത്തുള്ള യജമാനത്തിയെ പുറത്തേക്ക് കൊണ്ടുവരാൻ. കാരണം ആ യജമാനത്തി തന്ന പാലാണ് കുടിച്ചത്, ആ യജമാനത്തി തന്ന ആഹാരമാണ് കഴിച്ചത്. നിന്റെ അമ്മ തന്ന പാലാണ് മക്കളെ നമ്മൾ കുടിച്ചത്, നീ കുടിച്ചത്. ദാ വരുന്നു മിലിട്ടറി. ഇതാണ്ടോ, തള്ളപ്പട്ടിയും കുട്ടികളും കൂടെ കുഴി കുഴിക്കുന്നു തന്റെ യജമാനത്തിയെ പുറത്തു കൊണ്ടുവരാൻ. നീ നിന്റെ ഉമ്മ തന്ന ആഹാരം വാങ്ങിച്ച് കഴിച്ചിട്ട് ഉമ്മയ്ക്ക് അസുഖം വന്ന് കിടന്നിട്ട് എടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടോ മോളെ? നിന്റെ അച്ഛന് നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് നീ ഒരു മരുന്ന് വാങ്ങിക്കാൻ ഓടിയിട്ടുണ്ടോ മോളെ? ദാ പട്ടി ഓടി വന്നു, പട്ടാളക്കാർ വന്നു. പട്ടി ഓടി ഓടുമെന്ന് നോക്കണം. പട്ടി തിരിച്ചോടി. പട്ടാളക്കാരന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. പട്ടാളക്കാരൻ കൂടെ ഓടി. ദാ ഇനി ഹെലികോപ്റ്റർ അത് പൊക്കും. 22 സദാചാര മൂല്യങ്ങളും ഉള്ള വ്യക്തികളിൽ ദൈവം പ്രവർത്തിക്കും. കണ്ണ് തുറന്ന് കാണണം മക്കളെ, സഹോദരങ്ങളെ. നന്ദിയുള്ളവരായിരിക്കണം. നീ നിന്റെ ഉമ്മയോട് നന്ദി പ്രവർത്തിച്ചിട്ടുണ്ടോ മോനെ? നിന്റെ വാപ്പയോട് നീ നന്ദി പ്രവർത്തിച്ചിട്ടുണ്ടോ? നീ നിന്റെ ഉമ്മയോട് കള്ളം പറയുന്നു, വാപ്പയെ പറ്റിക്കുന്നു, സാറുമാരെ പറ്റിക്കുന്നു. നിന്റെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീര് പോലും ഇല്ലെങ്കിൽ ബാക്കിൽ നോക്കൂ, എത്രയോ ഉമ്മമാരുടെ കണ്ണുകളിലൂടെ കണ്ണുനീര് ഒഴുകുന്നു. ആരും പറയാതെ തന്നെ യഥാർത്ഥ മോളെ നീയാണ് സുന്ദരി. കറുത്ത ശരീരമല്ല, അതിനകത്തെ സൗന്ദര്യം. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ശരീരത്തിന്റെ മുഖത്തെ മൊഞ്ചല്ല, അകത്തെ ആത്മാവിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന സത്യം കാണണം. ഈ പട്ടി തളർന്നു, ഓടി ഓടി തളർന്നു. കണ്ടോ, ആരും വിളിക്കാതെ കിലോമീറ്ററുകളോളം ഈ നായ, തള്ളനായ ഓടിയപ്പോ നമ്മളും ആലോചിക്കണം, നമ്മുടെ ഭർത്താവിന് വേണ്ടി, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി, നമ്മുടെ അച്ഛന് വേണ്ടി നമ്മൾ എത്ര പ്രവർത്തിച്ചു, നന്മ ചെയ്തു എന്ന് എല്ലാ കണക്കും നമ്മൾ പറയേണ്ടി വരും. ദാ ഇനിയാണ് ഏറ്റവും വലിയൊരു ഷോട്ട്. കടന്നുപോയ ഹെലികോപ്റ്ററിന്റെ പുറകെ ഇനി ഓടാൻ കഴിയാതെ ആ പട്ടി അവിടെ നിൽക്കുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ആ പട്ടിയുടെ മുമ്പ് പോലും അഭിമാനത്തോടെ അല്ലെങ്കിൽ ആദരവോടെ ഞാൻ അതിന് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. ആലോചിക്കണം നമ്മൾ. ഇനി ഇരിക്കുന്ന ഓരോ മക്കളോടും സഹോദരങ്ങളോടും, ഇരിക്കുന്ന കുട്ടികളോട്, സെലിബ്രേറ്റ് ചെയ്യാതിരിക്കുന്ന കുട്ടികൾ, ഇത് കഴിഞ്ഞ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, വേണ്ടാന്ന് ഞാൻ പറയില്ല. പക്ഷേ നീ നിന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ മോളെ? നീ നിന്റെ ഉമ്മയെ കണ്ടിട്ടുണ്ടോ മോളെ? ഇരിക്കുന്ന കുട്ടികളോട്, നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരെ കണ്ടിട്ടുണ്ടോ മക്കളെ? ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ടല്ല, എൻ്റെ അമ്മയുടെ ഒരടിപ്പാവാട കഴുകി വിരിച്ചത് ഇന്ന് വീട്ടിൽ പോയി നിങ്ങൾ കാണണം. കരിമ്പേൻ അടിച്ചതും കീറിയതും മോശപ്പെട്ടതുമായ അടിവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് പല ഉമ്മമാരും വാപ്പമാരും, ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ എന്നോട് പറയാറുണ്ട്, സാറേ നല്ലൊരു വസ്ത്രം ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ആ പൈസ ഉണ്ടെങ്കിൽ അതുകൂടെ കൊണ്ടാണ് ഞങ്ങളുടെ മക്കൾക്ക് വളർത്തുന്നത്, സാറ് ധൈര്യമായി മുമ്പോട്ട് പോക്കോ, ഞങ്ങൾ പുറകിലുണ്ട് എന്ന്. മക്കളെ, ഇന്ന് വീട്ടിൽ പോയി അമ്മയുടെ ഡ്രസ്സുകളൊക്കെ എടുത്ത് നോക്കണം. കീറിയതും പഴയതും മോശപ്പെട്ടതും ഇട്ടിട്ടാണ് നിങ്ങൾക്കെല്ലാം ഉമ്മമാർ വളരെ നല്ലത് വാങ്ങിച്ചു തരുന്നത്. നീ നിന്റെ ഉമ്മയെ അറിയണം, നന്നായി അറിയണം. ഇവിടെ നമുക്കൊരു ഉമ്മയെ കാണാം. ഇവിടെ ഒരു ബാറിൽ ചില പയ്യന്മാർ അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. ആ സമയമാണ് അവൻ്റെ ഫോണിലേക്കൊരു ഫോൺ കോൾ വരുന്നത്. ഇരിക്കുന്ന മക്കൾമാരോടും ഉമ്മമാരുള്ള എല്ലാ മക്കൾമാരോടും, സപ്പോസ് നീ ഇന്നു മുതൽ നിന്റെ ഉമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, നാളെ രാവിലെ നീ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിന്റെ ഉമ്മ മരിച്ചു കിടക്കുന്നു എന്നൊന്ന് വിചാരിച്ചു നോക്കിയേ. സപ്പോസ് ഒന്ന് ഇമാജിനേറ്റ് ചെയ്തേ,
നീ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന, നീ പറ്റിച്ച, നീ ചതിച്ച, നീ വഞ്ചിച്ച, നിന്റെ അമ്മയോട് കള്ളത്തരങ്ങൾ പറഞ്ഞ എല്ലാം പടച്ചോൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രായച്ചിത്തം ചെയ്താൽ പൊറുക്കുന്നവനാണ് പടച്ചോൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പ്രായച്ചിത്തം ചെയ്താൽ മതി, അതിൻ്റെ വഴി ഞാൻ ലാസ്റ്റിൽ പറയാം. പക്ഷേ നീ ഇന്ന് മുതൽ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ മരണമൊരു സത്യമാണ്. നാളെ നിന്റെ അമ്മ നിന്നെ വിട്ടു പോകുന്നു, നിന്റെ അമ്മ മയ്യത്തായി മരിച്ചു എന്ന് നീ ഒരു സെക്കൻഡ് നേരം ഒന്ന് ആലോചിച്ചേ. അത് പറഞ്ഞാൽ പോലും ഫീലിങ്സ് ഇല്ലാത്ത മക്കളാണ്. കാരണം ഇവരുടെ ഉള്ളിനകത്ത് 90% ഉള്ളിലും മാതാപിതാക്കൾ കയറിയിട്ടില്ല. കയറണം, നമുക്ക് കയറാം, കാണണം. ഒരു സെക്കൻഡ് ആലോചിക്ക്, നിന്റെ അമ്മ ഒരു സെക്കൻഡ് നീ ഒന്ന് ആലോചിക്ക്. നിന്റെ അമ്മമാർ, നിങ്ങൾ പറ്റിച്ച അമ്മമാർ, ആ അമ്മ മാത്രമേ ഉള്ളൂ ഈ ജന്മം നമുക്ക് സ്വന്തമായി. ആ അമ്മ മരിച്ചു കിടക്കുന്നു എന്നൊരു സെക്കൻഡ് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഒരു പയ്യൻ, ഇതെനിക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ക്ലിപ്പാണ്. ഇവിടെ ഒരു മകൻ ബാറിൽ, ആ അമ്മയുടെ അടുത്തേക്ക് ആ പയ്യൻ ഓടുകയാണ്. ഓടുമ്പോൾ അവൻ ആലോചിക്കുകയാണ്, എങ്ങനെയാണ് എൻ്റെ അമ്മ, എൻ്റെ ഉമ്മ എന്നെ വളർത്തിയത്. നിന്നെ 1 വയസ്സിൽ വളർത്തി, അയ്യോ കണ്ണുനീര് തുടക്കരുതേ, ഐലൈനർ പോകും അല്ലേ. ആലോചിക്കണം, നിന്റെ ഉമ്മ എങ്ങനെയാണ് നിന്നെ വളർത്തിയത്. 1 വയസ്സിൽ എങ്ങനെയായിരുന്നു, 5 വയസ്സിൽ എങ്ങനെയായിരുന്നു, നിനക്ക് വേണ്ടി എങ്ങനെയാണ് ഉമ്മ ജീവിച്ചത്. നമുക്കൊന്ന് കാണാം. റെഡിയല്ലേ? ദാ കണ്ണു തുറന്ന് കണ്ടോളൂ. 22 വയസ്സിൽ താഴെയുള്ള മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കൂ. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, ബാക്കി പ്രായമുള്ളവർക്ക് വേണ്ടിയല്ല. പ്രായമുള്ളവർക്ക് വേണ്ടി രണ്ടാമത് വരും നേരത്തെ പോലെ, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് വന്നോളൂ. ദാ കണ്ടോളൂ. ഇഫ് യു ലവ് യുവർ മം, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വാച്ച് ദിസ് വീഡിയോ. അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോയാണ്. റെഡി? ദാ കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് ചില തയ്യലും വീട്ടു പണിയൊക്കെ ചെയ്ത ബാറാണ്. സൗണ്ട് ഓക്കെ. ദാ ഫോൺ വന്നു. ആ ഫോൺ ഇടിവെട്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണ് പൊട്ടിത്തെറിച്ചു. ഇനി അത് കാണണ്ട, സ്വന്തം അമ്മയുടെ മുഖം കാണുക. എങ്ങനെയായിരുന്നു നിന്റെ അമ്മ നിന്നെ വളർത്തിയത്? കണ്ണു തുറന്നു നോക്ക്. ഇതാണ് നിന്റെ അമ്മ. ഓരോരുത്തരുടെ അമ്മമാരുടെ മുഖം ആലോചിക്കൂ. ഇതുപോലെ 1 വയസ്സിലും 2 വയസ്സിലും 3 വയസ്സിലും നിന്നോടൊപ്പം ഓടിക്കളിച്ചതാണ് നിന്റെ അമ്മ. ഇന്ന് നീ പറഞ്ഞത് നിനക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം നിന്റെ ഫ്രണ്ട്സിനോടൊപ്പമാണ്. ഇതുപോലെ കെട്ടിപ്പിടിച്ചാണ് നിന്റെ ഉമ്മമാര് നിന്നെ വളർത്തിയത്. നീ പറഞ്ഞത് കത്രീന കൈഫും മമ്മൂട്ടി വിജയ് സൂര്യമാരുടെ പുറകെ. ഇങ്ങനെ നിന്റെ പുറകെയാണ് നിന്റെ അമ്മ നടന്ന് നിന്നെ വളർത്തിയത്. നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയപ്പോ, നിനക്ക് പേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ അമ്മ നിന്നെ അടുത്ത് വിളിച്ച് നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് പുതപ്പിട്ട് മൂടി പുതച്ചാണ് മോളെ നിന്റെ ഉമ്മ നിന്നെ വളർത്തിയത്. എന്നിട്ട് നീ പറഞ്ഞത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടം നിന്റെ ഫ്രണ്ട്സിനോടൊപ്പമാണ്. കണ്ടോ, കൂടെ ഇരുന്ന് അമ്മ അക്ഷരം പഠിപ്പിച്ചു, വേദം പഠിപ്പിച്ചു, ബേസിക് പഠിപ്പിച്ചു. ഓരോ മക്കൾക്കും അസുഖം വന്ന് വീഴുമ്പോ, എന്റെ മകന്റെ അസുഖം എനിക്ക് തരണേ പടച്ചോനെ, എന്റെ മകളുടെ അസുഖം എനിക്ക് തരണേ പടച്ചോയെങ്കിലും കണ്ണിൽ വന്ന 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ സത്യം സത്യമായെന്ന് എണീച്ചേ. ഈ കുട്ടികളുടെ അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എണീച്ചേ. ഈ കുട്ടികളുടെ അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ, കുട്ടി നിൽക്കൂ, കുട്ടികൾ നിൽക്കൂ, അമ്മമാരുള്ള കുട്ടികൾ നിൽക്കൂ. ഈ കുട്ടികളുടെ അമ്മമാരിവിടെ ഉണ്ടെങ്കിൽ എണീച്ചേ. ദെൻ കമാൺ ക്യുക്ക്, 1 സെക്കൻഡ് കൊണ്ട് ഒന്ന് ഓടിപ്പോയി ആ അമ്മയുടെ കണ്ണുകളൊന്ന് നോക്കിയിട്ട്, ഒരു ഉമ്മ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തിട്ട് ആ അമ്മയുടെ കണ്ണ് നോക്കിയിട്ട് തിരിച്ചു വാ. മക്കൾക്ക് മാതാപിതാക്കളെയും കാണാം, മാതാപിതാക്കൾക്ക് സ്വന്തം മക്കളുടെ കണ്ണുകളും കാണാം. കമാൺ ക്യുക്ക്, ഓടിപ്പോയിട്ട് വാ. ചിക്കനും മട്ടനും പിന്നെ തിന്നാം, ഇതൊന്ന് കാണ്. മാതാപിതാക്കൾ എണീക്കുക, അമ്മമാർ എണീച്ചിരിക്കുക. നിന്റെ മക്കളെ തിരിച്ചു തരുന്ന കാഴ്ചയും തിരിച്ചു വരുന്ന കാഴ്ചയുമാണ്. ഇനി അവിടെ വഴി തെറ്റില്ല, അവിടെ ചിരിച്ചു കളയല്ല വേണ്ടത്. ചെല്ല്, ഓടിച്ചെല്ല്, കാണ്. സ്വന്തം ഉമ്മയുടെ കണ്ണുകൾ നോക്ക്, സ്വന്തം അമ്മയുടെ കണ്ണുകൾ നോക്ക്. എന്നിട്ട് നീ തീരുമാനിക്ക്, നിന്റെ അമ്മയോട് കള്ളം പറയണമോ അതോ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണമോ എന്ന്. കമാൺ കമാൺ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി മക്കളെ കിട്ടാത്ത അമ്മമാരാരെങ്കിലും ഉണ്ടോ? ഓക്കെ, കമാൺ ക്യുക്ക് 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 ക്യുക്ക്. ഓടിവാ ഓടിവാ. ഒരുപക്ഷെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം, എത്രയോ വർഷങ്ങൾക്ക് ശേഷമോ. സൂത്രത്തിലുള്ളതല്ല. ഇപ്പൊ ഈ മക്കളെ തിരിച്ചു കിട്ടിയത് സൂത്രത്തിലും സോപ്പിൻ്റെതുമല്ല.
അവരുടെ ആത്മാവിൽ പടച്ചവൻ സ്പർശിച്ചതിൻ്റെ ഫലമാണ് ആ മക്കൾ ഇന്നു മുതൽ സത്യസന്ധതയുടെ വഴിയിൽ എത്തിച്ചേരുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷെ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അവർക്ക് വചനങ്ങളും ജ്ഞാനങ്ങളും നിരന്തരം ആത്മാവിൻ്റെ ഭക്ഷണങ്ങളും ഡെയിലി കൊടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അവരെ സാത്താൻ പൊക്കും. മക്കളെ മറക്കരുത്. നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടടാ മോനെ, ആ പാവം പൊട്ടനെ. നമ്മൾ ഇന്നലെ വരെ ചതിച്ചതും വഞ്ചിച്ചതും പറ്റിച്ചതും കളിയാക്കിയതും നമ്മൾ ഒളിച്ചതുമായ ആ പൊട്ടൻ വാപ്പ അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഇന്ന് കേരളത്തിലെ മിക്ക അച്ഛന്മാരും പൊട്ടന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. ഞാനിന്ന് കണ്ടുവരുന്നത് കേരളത്തിലെ മാതാപിതാക്കളിൽ 99% പേരും മക്കൾക്ക് വേണ്ടി എന്തും വാങ്ങിച്ചു കൊടുക്കാൻ ഭ്രാന്ത് പിടിച്ച് ഓടി നടക്കുന്ന മാതാപിതാക്കൾ. റൈറ്റ്? യെസ് ഓർ നോ? യെസ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് 95%-ലധികം മക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി തിരിച്ചു ഒന്നും ചെയ്തു കൊടുക്കാൻ തയ്യാറല്ലാത്തവർ. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ പറഞ്ഞ സത്യങ്ങൾ തെളിഞ്ഞു വരും. മറക്കണ്ട, അപ്പം മനസ്സിലാവും. നീ നിന്റെ വാപ്പയെ കണ്ടിട്ടുണ്ടടാ മോനെ? അദ്ദേഹത്തിൻ്റെ ഹൃദയം, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ളവനാണെങ്കിൽ നീ അദ്ദേഹത്തിനോട് കള്ളം പറയില്ല. അറിയണം. നിങ്ങൾ നിങ്ങളുടെ വാപ്പമാരെ കണ്ടിട്ടുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ അത് നിന്റെ വാപ്പയാണോ? നീ നിന്റെ വാപ്പയോട് കള്ളം പറഞ്ഞ മകനല്ലേ? നീ നിന്റെ വാപ്പയുടെ ഹൃദയം എന്താണ്, മനസ്സെന്താണ്, സ്വപ്നം എന്താണ്, ആഗ്രഹം എന്താണെന്ന് വിഡ്ഢിച്ചിരിയോട് ചിരിക്കല്ല, സീരിയസ് ആയിട്ടിരുന്ന് ആലോചിക്കാൻ നോക്ക്. കാരണം ഇതുപോലെയുള്ളൊരു തെറാപ്പി ക്ലാസ് വേറെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ബി സീരിയസ്, ആലോചിക്കും. നിന്റെ വാപ്പയെ ഞാൻ കാണിച്ചു തരാം. ഇഫ് യു ലവ് യുവർ ഫാദർ, വാച്ച് ദിസ് വീഡിയോ. നീ നിന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ മോളെ? ആ മനുഷ്യൻ്റെ ഹൃദയം, ആ മനുഷ്യൻ നേരെ ആഹാരം കഴിച്ചിട്ടില്ല, ആ ഒരു നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, ആ വസ്ത്രങ്ങൾ വലതും അകം കീറിയതാണ്, നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടില്ല. കുടുംബം 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 എന്ന് പറഞ്ഞുകൊണ്ട് വർഷക്കണക്കിന് മാട് പോലെ പണിയെടുത്ത് കഴുത വിഴുപ്പ് ചുമക്കുന്ന പോലെ ഗൾഫിലും അവിടെയും ഇവിടെയും പോയിരുന്ന് കൂലിപ്പണി ചെയ്തും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അറബിയുടെ അവിടെ വീട് കഴിവിയും കാറ് കഴിവിയും ഗദാമ സിനിമയൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം കഷ്ടപ്പെട്ടിട്ട് വരുന്ന വാപ്പയ്ക്ക് വേണ്ടി നീ ഒരു നല്ല റിസൾട്ട് വാങ്ങിച്ചു കാണിച്ചിട്ടുണ്ടോ മോളെ? അറിയണം. നല്ല ജീവിതം വിജയിപ്പിക്കാൻ. പക്ഷേ നീ നിന്റെ വാപ്പയോട് കള്ളം പറഞ്ഞില്ലേ മോളെ? കള്ളം പറഞ്ഞ് നിന്നെ എങ്ങനെ പടച്ചോൻ ഇഷ്ടപ്പെടും മോളെ? ആലോചിക്കണം. ഇഫ് യു ലവ് യുവർ ഫാദർ, നീ നിന്റെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വാപ്പയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, വാച്ച് ദിസ് വീഡിയോ. മറക്കണ്ട, പടച്ചോൻ സ്പർശിക്കുന്നവർക്ക് മാത്രമേ വാപ്പയെ കാണാൻ പറ്റൂ. അവരവരുടെ അച്ഛൻ്റെ മുഖം ഒന്ന് കാണുക. സ്വന്തം വാപ്പയുടെ, അച്ഛൻ്റെ, നിങ്ങളുടെ അച്ഛൻ്റെ ഇവിടെ ഉണ്ടെങ്കിൽ, അതല്ല മരണപ്പെട്ടു പോയാണെങ്കിൽ, അല്ല അച്ഛനില്ല എങ്കിൽ, അമ്മയില്ലെങ്കിൽ വളർത്തച്ഛനും വളർത്തമ്മയും ഉണ്ടാവുമെന്ന് കൃഷ്ണൻ പഠിപ്പിക്കുന്നു. അത് ശ്രേഷ്ഠം. നമുക്ക് ആഹാരം തരുന്ന ഒരു വ്യക്തി ഏതായാലും. എനിവേ, ഇഫ് യു ലവ് യുവർ ഫാദർ, വാച്ച് ദിസ് വീഡിയോ. ഷാൽ ഐ പ്രൊസീഡ് ഓർ സ്റ്റോപ്പ്? ഞാൻ കുറച്ചുകൂടെ തുടരട്ടെ, നിർത്തണോ? ഞാൻ തുടരണോ നിർത്തണോ? കേൾക്കാൻ വയ്യ. അമ്മമാരുടെ ശബ്ദമാണ് എനിക്ക് കേൾക്കേണ്ടത്. തുടരണോ നിർത്തണോ? തുടരണം. ഓക്കെ. അല്ല, തിന്നാൻ സമയമായെങ്കിൽ പോവാം. കാരണം നമ്മൾ ത്രൂ ഔട്ട് തീറ്റി മാത്രമാണ് നമുക്കുള്ളത്. തിന്ന് 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 നമ്മളെ താഴേക്കും പെട്ടിയിലേക്കുമായി. ബാ. ഇഫ് യു ലവ് യുവർ വാച്ച് ദിസ് വീഡിയോ. ഇത് കൊല്ലം ജില്ലാ ജയിലിൽ, ഡിസ്ട്രിക്ട് ജയിലിൽ ഞാൻ 540ഓളം തടവ് പുള്ളികളായ പയ്യന്മാരുടെ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ 24 പയ്യന്മാർ എന്നെ കെട്ടിപ്പിടിച്ച ക്ലിപ്പാണ്. അതുകൊണ്ട് ഇവിടെ കെട്ടിപ്പിടുത്തം വേണോ എന്നല്ല പറഞ്ഞത്. ഒരമ്മയും ഒരു കള്ളനെയും കൊള്ളക്കാരനെയും പ്രസവിക്കുന്നില്ല. അവരെല്ലാം പാവങ്ങളാണ്. കൂട്ടുകൂടിയപ്പോഴും മറ്റ് പ്രശ്നങ്ങളിലും രാഷ്ട്രീയത്തിലും മറ്റ് പലതുമായി അകത്ത് പെട്ടുപോയപ്പോൾ ജയിലിൽ കിടന്നവൻ തടവ് പുള്ളിയാണ്. അവനൊരു സ്റ്റാമ്പും സ്റ്റിക്കറുമായി. കള്ളൻ അല്ലെങ്കിൽ തടവ് പുള്ളി. ഒരു കുട്ടിയും മോശമായി ജനിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ വളർന്നു വരുമ്പോൾ അവരുടെ കൂട്ടുകെട്ടുകളും വേണ്ടാത്ത സാധനങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാം. പയ്യന്മാരോട് ഇന്ന് സ്കൂളിൽ 10ലും 9ലും 8ലും 7ലും 6ലും 5ലും ഒക്കെ പഠിക്കുന്ന പല പയ്യന്മാർക്കും പെമ്പിള്ളേർക്കും പ്രേമം, ലൈൻ, കമ്പനി, വേണ്ടാത്ത കൂട്ടുകെട്ട് ഇതുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. സത്യമായി. യെസ് ഓർ നോ? യെസ്. മാതാപിതാക്കൾ കേൾക്കണം. നിങ്ങളുടെ 5ലും 4ലും 3ലും ഒക്കെ ഉള്ള പല മക്കൾക്കും ഇന്ന് കേരളത്തിലെ പല സ്കൂളുകളിലും പ്രേമവും
ലവറിൻ്റെ പേര് കണ്ടുപിടുത്തങ്ങളുമാണ്. ഞാൻ പോയൊരു സ്കൂളിലെ ടീച്ചർ പറഞ്ഞു, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് ചേർത്തപ്പോൾ തന്നെ അടുത്തിരിക്കുന്ന പെണ്ണിനോട് ഐ ലവ് യു പറഞ്ഞ കുട്ടി അതിനെ മാറ്റിയിരുത്തിയ കഥ. സോ വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ മക്കളെ വളർത്തിയില്ലെങ്കിൽ ചിരിച്ച് ചിരിച്ച് അതപ്പതിച്ച് താഴേക്ക് പോവുക മാത്രമേ ഉള്ളൂ. നമ്മൾ ഒന്നും നേടില്ല, പിന്നെ വീണ്ടും ജന്മമെടുക്കും. കൃഷ്ണൻ പറയുന്ന പോലെ എങ്ങനെ പക്ഷി മൃഗാദികളായും വൃക്ഷലതാദികളായും ഏറ്റവും നല്ല ആത്മാവാവാതെ തിരിച്ചു പോകാൻ പറ്റില്ല മക്കളെ, സഹോദരങ്ങളെ. ദാ ഇഫ് യു ലവ് യുവർ ഫാദർ, കാണേണ്ട മക്കൾ പലതും തിന്നാൻ ഓടുകയാണ്. ഓക്കെ, അർഹതയും യോഗ്യതയുള്ളവർക്ക് കാണാം. ശ്രദ്ധിച്ചോളൂ, കണ്ടോളൂ. ജപ്പാനിൽ ഒരു മകൻ തൻ്റെ അച്ഛനെ ഓർക്കുകയാണ്. അച്ഛൻ എത്ര